സഭയിലുള്ള സഹോദരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത് 2ാം തവണയാണ് നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. 2023 പാതി സമയങ്ങളിൽ ഞാനിവിടെ വന്നത് ഞാൻ ഓർക്കുന്നു. നിങ്ങൾ പലരുമായും അടുത്ത പരിചയം കർത്താവ് നൽകി. ഈ തവണയും നിങ്ങളോട് ചേർന്ന് 3 ദിവസമായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സന്തോഷമുള്ളൊരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 3 ദിവസങ്ങൾ വെള്ളി വൈകുന്നേരം, ശനി രാവിലെയും വൈകുന്നേരവും, ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചോ ഭൗതികമായ വിടുതലുകളെക്കുറിച്ചോ ഒന്നും നമ്മൾ അധികം സമയം ചിലവഴിച്ചില്ല. നമ്മുടെ ചിന്തകൾ മൊത്തം ക്രിസ്തുവിൻ്റെ സ്നേഹവുമായി ബന്ധപ്പെട്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. ഒരാമേൻ പറഞ്ഞ്. നമ്മൾ ആധാരമായി വായിച്ച കുറിവാക്യം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു എന്നാണ് നമ്മൾ കുറിവാക്യമായി വെള്ളിയാഴ്ച വൈകുന്നേരം വായിച്ചത്. തുടക്കം സുവിശേഷങ്ങളെക്കുറിച്ചായിരുന്നു. സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങൾ ലഭ്യമാണെന്നും അതിൽ 2 പേർ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്നും 2 പേർ ക്രിസ്തു ശിഷ്യന്മാരായി ഡയറക്റ്റ് തൻ്റെ കൂടെ സഞ്ചരിച്ചവരല്ല എന്നും നമ്മൾ ചിന്തിച്ചു. എഴുതപ്പെട്ട കാലഘട്ടത്തിനനുസരിച്ച് മർക്കോസ് ആദ്യം എഴുതിയെന്നും ശേഷം മത്തായും അതിന് പുറകാല ലൂക്കോസും ഏറ്റവും അവസാനം യോഹന്നാൻ എഴുതിയെന്നും നമ്മൾ ചിന്തിച്ചു. തീമാറ്റിക്കായിട്ട് സുവിശേഷങ്ങളെ അടുക്കിയപ്പോഴാണ് മത്തായിയുടെ സുവിശേഷം ആദ്യം വന്നത്. എഴുതപ്പെട്ട കാലം മർക്കോസാണ് ആദ്യമെന്ന് നമ്മൾ ചിന്തിച്ചു. ക്രിസ്തുവിനെ സ്നേഹിച്ച ശിഷ്യനായി യോഹന്നാന് 4ാമത് പരിഗണന നൽകുകയും തൻ്റെ ഡയറക്റ്റ് ശിഷ്യനല്ലാത്ത ഒരു മർക്കോസിനെ എഴുതുവാൻ വിശ്വസിച്ച് ആദ്യമേൽപ്പിച്ച ദൈവത്തിൻ്റെ സെലക്ഷനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. കർത്താവിൻ്റെ സെലക്ഷൻ മാനുഷികമായ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നതല്ല എന്ന ചിന്തയിലൂടെ നമ്മൾ കടന്നുപോയി. ദൈവം ഇസ്രയേലിന് ശൗലിനെ രാജാവാക്കി തിരഞ്ഞെടുപ്പിനകത്തുള്ള ദൈവികതയെക്കുറിച്ച് നമ്മൾ ആഴമായി ആദ്യ ദിവസം ചിന്തിച്ചു. അതേ തുടർന്ന് അതേ ദിവസം തന്നെ ആ രാജാവിന് ശേഷം ദൈവത്തിന് ശൂഷൻ രാജധാനിയിൽ ഒരു രാജ്ഞി ആവശ്യമുണ്ട്. റെഫ്യൂജിയായി, അസൈലമായി എന്ന് പറഞ്ഞാൽ ID കാർഡ് പോലും ഇല്ലാതെ കിടന്ന ഒരു ഹദസ എന്ന് മറുപേരുള്ള എസ്തേറിനെ ടു ബി ദ ഫസ്റ്റ് ലേഡി ഓഫ് ദ നേഷൻ, അങ്ങനെ ദൈവം സെലക്ട് ചെയ്ത ദൈവിക സെലക്ഷൻ്റെ അസാധാരണതയെക്കുറിച്ച് നമ്മൾ ആദ്യ ദിവസം ചിന്തിച്ച് അവസാനിപ്പിച്ചു. 2ാം ദിവസം നമ്മുടെ ചിന്ത പോയത് ആ സെലക്ഷനുമായി ബന്ധപ്പെട്ട ഒരടുത്ത മേഖലയിലേക്കാണ്. അപ്പോസ്തലനായ പത്രോസിൻ്റെ ചിന്തയുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തു എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്ന വേദഭാഗം നമ്മൾ ചിന്തിച്ചു. യേശുക്രിസ്തു എങ്ങനെ സെലക്ട് ചെയ്യുന്നു? യേശുക്രിസ്തുവിൻ്റെ 2 വിധ സെലക്ഷനുകൾ, മാക്രോ സെലക്ഷൻ ആൻഡ് മൈക്രോ സെലക്ഷൻ. വാക്യം അങ്ങ് സ്റ്റോപ്പ് ചെയ്തേരെ, ഞാനിനി എന്തായാലും വായിപ്പിക്കത്തില്ല. മക്കളെ നിർത്തിയാൽ എല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. നിങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ ഈ വെള്ളയൊക്കെ ഇട്ടത് നെഞ്ചത്ത് വരെ പേരുകൾ അക്ഷരം നോക്കി എഴുതിക്കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്നെ നോക്കിയിരിക്കണം കേട്ടോ. നിങ്ങൾ അങ്ങോട്ട് നോക്കിയിരിക്കല്ലേ. ചർച്ചിൻ്റെ ലോഗോ ഓഫാക്കി. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്നെ നോക്കണേ, മറക്കല്ലേ. സ്തോത്രം. ശ്രദ്ധിച്ചേ. അപ്പോൾ 2ാമത്തെ സെലക്ഷൻ നമ്മൾ ചിന്തിച്ചു. യേശുക്രിസ്തുവിൻ്റെ 2 സെലക്ഷനുകൾ, മൈക്രോ സെലക്ഷനും മാക്രോ സെലക്ഷനും. എന്തായിരുന്നു മാക്രോ സെലക്ഷൻ എന്ന് നമ്മൾ ചിന്തിച്ചു. യേശുക്രിസ്തു ഗന്നസരത്തിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് നിറഞ്ഞ ഒരു ജനക്കൂട്ടം, മൾട്ടിറ്റ്യൂഡ്, എ ഫുൾനെസ് ഓൺ ഹിസ് വൺ സൈഡ്. ഒരു ഭാഗത്തുള്ള നിറവിലേക്ക് യേശുക്രിസ്തു, ഒരു ഭാഗത്ത് ഒഴിഞ്ഞ പടകുകൾ. അതിൽ യേശുക്രിസ്തു നിറവിലേക്ക് നോക്കാതെ ആ നിറവിനെ കളഞ്ഞിട്ട് ഒഴിഞ്ഞ പടകിലേക്ക് കർത്താവ് തിരിഞ്ഞു. മനുഷ്യൻ നിറവുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ശൂന്യതകളെ തിരഞ്ഞെടുക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു. അതാണ് കർത്താവിൻ്റെ മാക്രോ സെലക്ഷൻ. എന്താ ദൈവത്തിൻ്റെ മൈക്രോ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ, അവിടെ തന്നെ ആ ശൂന്യതയിലേക്ക് തിരിയുമ്പോൾ അവിടെ 2 പടകുകൾ കിടന്നിരുന്നു. അതിൽ ശീമോനുള്ളതായ ഒന്നിൽ യേശു
കയറി. അപ്പം ശൂന്യതയിൽ കിടക്കുമ്പോഴും നീ മാത്രമല്ല ശൂന്യതയിലുള്ളത്, നിന്നെപ്പോലെ ശൂന്യതയിലുള്ള മറ്റു പടകുകളുണ്ട്. എന്നാൽ അതിൽ പലതിനും സെലക്ഷനിലേക്ക് വരാതെ നിൻ്റെ പടക് തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ മൈക്രോ സെലക്ഷൻ, ഈ ഭാഗമാണ് നമ്മൾ രണ്ടാമത് ചിന്തിച്ചത്. അതിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ഒരു വികാരത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവിടെ യേശുക്രിസ്തു പത്രോസിൻ്റെ പടകിലേക്ക് കയറി പത്രോസിനോട് കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് എന്ത് ചെയ്തെന്ന് നമ്മൾ ചിന്തിച്ച് അപേക്ഷിച്ചു. റിക്വസ്റ്റഡ്, പ്രേയ്ഡ് എന്ന പദം എന്തിന് ദൈവം ഒരു മനുഷ്യനോട് അപേക്ഷിക്കണം എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. ഇറാറ്റാവോ എന്ന ഗ്രീക്ക് പദത്തിലൂന്നി ആ അപേക്ഷയുടെ അർത്ഥം എന്ത്, എന്തിനപേക്ഷിച്ചു, അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി, ആ ഭാഗം നമ്മൾ ആദ്യ ദിവസം ശനിയാഴ്ച പകൽ ചിന്തിച്ച് നിർത്തി. ഇനി ശനിയാഴ്ച വൈകുന്നേരം, ഇന്നലെ വൈകുന്നേരത്തേക്ക് നമ്മൾ കൊണ്ടുപോയത് ഈ മർക്കോസിനെ ഒന്നാമനാക്കി എഴുതിപ്പിച്ചത് ഒരു പ്രത്യേക അനുഗ്രഹമാണ്. പക്ഷേ സ്നേഹിച്ച യോഹന്നാനെ നാലാമനാക്കി മാറ്റി നിർത്തുന്ന സ്നേഹം എന്തൊരു സ്നേഹമാണ്. സ്നേഹം കൂടുമ്പോൾ പരിഗണന കൂടുതൽ ലഭ്യമാകണം എന്നല്ലേ നമ്മുടെ ചിന്ത. ക്രിസ്തുവിനെ അറിയുന്നവൻ ആദ്യം വിടുതൽ ലഭിക്കണം എന്നല്ലേ നമ്മുടെ ചിന്ത. എൻ്റെ കുടുംബത്തിൽ ഞാനാണ് യേശുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, അതുകൊണ്ട് ഏറ്റവും വേഗതയിൽ വിടുതൽ നടക്കേണ്ടത് എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിലല്ലേ എന്നൊരു ചിന്ത മനുഷ്യനാൽ രൂപപ്പെട്ടതുണ്ട്. എന്നാൽ സ്നേഹിക്കുന്നവനെ ചില സമയങ്ങളിൽ അവസാനത്തോനാക്കി മാറ്റി നിർത്തും. സ്നേഹിക്കുന്നവനെ ചില മേഖലകളിൽ കർത്താവ് ഡിലേയിലേക്ക് വിടും. ദ ഗ്രേറ്റ് ഡിലേ ഓഫ് ദ ബിലവഡ് എന്ന ഭാഗമാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ ചിന്തിച്ചത്. നമ്മൾ പോയത് ലാസറിൻ്റെ ജീവിതമാണ്. യോഹന്നാൻ 11:6 നമ്മൾ പോയി. അവിടെ കിടക്കുന്നു. യേശു മറിയയെയും മാർത്തയെയും അവളുടെ സഹോദരനായ ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടന്നു എന്നറിഞ്ഞാറ് എന്ത് ചെയ്തില്ല, ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. യേശു അങ്ങനെ ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? യേശുവിൻ്റെ സ്വഭാവം എന്ത്? തൻ്റെ വഴിയാത്രയിൽ അപരിചിതനായ കുരുടന് ഇൻസ്റ്റൻ്റായി സൗഖ്യം നൽകിയ, തൻ്റെ യാത്രയിൽ യേശു എന്നെ കാണരുതെന്ന് ആഗ്രഹിച്ചവൻ്റെ ജീവിതത്തിൽ വിളിക്കുക പോലും ചെയ്യാതെ, ക്ഷണിക്കുക പോലും ചെയ്യാതെ അവൻ്റെ കുടുംബത്തിലേക്ക് യാത്ര ചെയ്ത യേശു എന്തിന് ക്ഷണിച്ച, സ്നേഹിച്ച, അപരിചിതനല്ലാത്ത ലാസറിൻ്റെ വിഷയം പെൻഡിങ് വെച്ചു. നമ്മൾ ആ മേഖലയിൽ ചിന്തിച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന പദമെന്ന് പറയുന്നത്, യേശു സ്നേഹിക്കുന്നവനെ അല്പം ഡിലേ ആക്കി നിർത്തുമ്പോഴും തൻ്റെ വിടുതലുകളെക്കാളധികം തൻ്റെ സ്നേഹത്തിന് പ്രാധാന്യം നൽകി താൻ ചേർത്ത് പിടിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു. സന്തോഷത്തോടെ ഒരാമയും പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് നമ്മുടെ ചിന്ത തുടങ്ങുകയാണ്. നമ്മൾ സാധാരണ ഒരു ഭാഗം വായിച്ചിട്ട് അവിടെ യേശുക്രിസ്തുവിൻ്റെ ഒരു ഫീലിംഗ്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു വികാരം നമ്മൾ ചിന്തിക്കുമായിരുന്നു. യോഹന്നാൻ 11 അവിടുന്ന് ആരംഭിച്ച് നമുക്ക് തുടങ്ങാം. ശ്രദ്ധിച്ച് 11 അധ്യായത്തിൻ്റെ 15 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് യോഹന്നാനിലേക്ക് വന്ന് നമ്മുടെ സ്നേഹത്തിൻ്റെ ടോപ്പിക്ക് ഇന്ന് അവസാനിപ്പിക്കണം. ഒന്ന് വായിച്ചേ. 15 വാക്യം കാണിക്കണ്ട, വായിച്ചാൽ മതി. വായിച്ചു. മതി ആൻറ്റി. ശ്രദ്ധിച്ചേ, അവിടെ പറഞ്ഞു ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട്. ചേർന്ന് പറഞ്ഞേ, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് എന്ത് ചെയ്യുന്നു? പറഞ്ഞേ, സന്തോഷിക്കുന്നു. ശ്രദ്ധിക്കണേ, ഈ വീടിൻ്റെ പ്രത്യേകത, ഈ വീട്ടിൽ സൂമിലുള്ള ആൾക്കാരുണ്ടല്ലേ. ഞാനിപ്പോൾ ഇവിടെ നിന്നേ പറ്റും. ഐ എം സപ്പോസ് ടു ബി ഹിയർ. ഓക്കെ, ശ്രദ്ധിച്ചേ, ഈ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു സൈഡിൽ തന്നെ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൈക്ക് സ്റ്റാൻഡ് വെക്കും, അങ്ങോട്ടും പോകത്തില്ലല്ലോ. ഇത് കൈ ഇരുന്ന് അറിയാതെ മുമ്പോട്ട് പോയി പോകും. അതാ പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ വീടിൻ്റെ പ്രത്യേകത എന്നെ നോക്കണേ. ഈ വീടിൻ്റെ പ്രത്യേകത, അവിടെ 2 സഹോദരിമാരുണ്ട്. ഒന്ന് പറഞ്ഞേ, അങ്ങേയറ്റം വരെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ. സ്തോത്രം. 2 സഹോദരിമാരുണ്ട്. ഒരു മടയിൽ 2 സിംഹം വലിയ പ്രയാസമാണ്. ഒരു മടയിൽ അത് അമ്മായിമ്മയും മരുമോളാകണമെന്നൊന്നുമില്ല, ചേട്ടത്തി അനിയത്തി ആയാലും മതി, അമ്മയും മോളും ആയാലും. എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. ഒരു മടയിൽ 2 സിംഹം വലിയ പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്നോടൊരാൾ പറഞ്ഞു, പാസ്റ്ററെ, ഇപ്പം നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ബാത്റൂമിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്?
കൂടുന്നുണ്ട്. അതുപോലെ കിച്ചൻ്റെയും കൂടെ എണ്ണം കൂടിയാൽ ഫാമിലി കൗൺസിലിംഗ് കുറയുമെന്ന് പറഞ്ഞു. സത്യമാണോന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നമുക്ക് പിന്നെ കിച്ചൻ്റെ ആവശ്യം പോലും ഇല്ലല്ലോ. സഹോദരൻ, ഈ 2 പേര്, ഒന്ന് ഇടത്തോട്ടാണെങ്കിൽ ഒന്ന് വലത്തോട്ട്. പക്ഷെ നമ്മൾ മാർത്തയെക്കുറിച്ച് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞത് എല്ലാം ഓർമ്മയുണ്ടല്ലോ, സ്തോത്രം, ഞാൻ ചെറുതാക്കി കണ്ടതല്ല. പക്ഷേ ഇവർ രണ്ടും കൂടെ ചേർന്നൊരു കാര്യം പറഞ്ഞു. ഇവർ രണ്ടും ഒരഭിപ്രായത്തിൽ ഒരുപോലെ പറഞ്ഞു. അതിങ്ങനായിരുന്നു: ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ, ചേർന്ന് പറ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ശ്രദ്ധിച്ചേ. അപ്പം യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിൽ എന്ത് നടക്കില്ല? പറ, മരണം നടക്കില്ല. യേശു അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് മരണം നടന്നത്. അപ്പോൾ യേശു അവിടെ ഇല്ലാത്തത് കൊണ്ട് ലാസർ മരിച്ചു. അതിൽ യേശുവിൻ്റെ ഫീലിംഗ് എന്താ? പ്രയാസമല്ലേ പറയാൻ? സന്തോഷം. അങ്ങനല്ലേ വായിച്ചേ? ഒന്നുകൂടെ വായിച്ചേ എൻ്റെ ആ വാക്യം. ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് കണ്ടോ യേശുവിൻ്റെ ഫീലിംഗ് എന്താ? നമ്മളാണ് എന്തുമായിരിക്കും മറുപടി? ചക്കക്കുരു പോലും ഓടി നടന്നൊരു മനുഷ്യനെ പെട്ടിക്കകത്ത് കേട്ടിട്ട് സന്തോഷിക്കുന്നു. ഹലോ, എൻ്റെ മനസ്സിൽ ഈ ചോദ്യം ഭയങ്കരമായിട്ടും കയറി. ഇത് എന്നാ പരിപാടിയാ? നമ്മളെന്താ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ സമയത്ത്? യേശു ഇരുന്ന് ഇന്നലെ പറഞ്ഞ പോലെ ആ മീറ്റിംഗ് ആ സ്പോട്ടിൽ നിർത്തിയിട്ട് എല്ലാവർക്കും ഇവിടെ എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ ദുഃഖത്തിൻ്റെ പാനപാത്രമോ ഒക്കെ പാടി ഒരു വൈബ് കൊണ്ടുവരണം. ഒരു മരണത്തിൻ്റെ വൈബ്. യേശു മൈൻഡ് ചെയ്തുപോലും. യേശു പ്രസംഗം തുടർന്നു. സോദരം, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ സരസമായി പറഞ്ഞാലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അനുഭവിക്കുന്ന ഈ വേദന എന്നെ കർത്താവ് കാണാതെ? ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കയ്യും കാലും കിട്ടടിക്കുമ്പോൾ, സമാധാനം ഇല്ലാതെ വീട്ടിൽ കിടക്കുമ്പോൾ കർത്താവിന് എങ്ങനെ എൻ്റെ വേദന ഇഗ്നോർ ചെയ്യാൻ പറ്റും? ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഓ ജീസസ്. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ പല മേഖലകളിലും സമാധാനം നഷ്ടപ്പെട്ട് വലിയവായി നിലവിളിക്കുമ്പോൾ I am expecting God to do something as soon as possible, right? പക്ഷേ പല സന്ദർഭങ്ങളിലും കർത്താവ് സൈലന്റ് അല്ലേ? പല മേഖലകളിലും കർത്താവ് ഇഗ്നോർ ചെയ്യുന്ന ഫീലിംഗ് ഉണ്ടായിട്ടില്ലേ? എന്തിനാ കർത്താവിനെ പറയുന്നേ? നമ്മുടെ അസാധാരണമായ വേദനയുടെ കൂരുകൾക്കകത്ത് ദോസ് യു എക്സ്പെക്റ്റ്, നീ പ്രതീക്ഷിക്കുന്ന പലതും, പ്രതീക്ഷിച്ച പലരും കൈത്താങ് അല്ലാതായി മാറിയിട്ടില്ലേ? എൻ്റെ ചോദ്യം, യേശുവിനോടൊരു വ്യക്തി പറഞ്ഞു, നിൻ്റെ കൂടെ മരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി യേശു പറഞ്ഞു, ഒരല്പസമയം എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഗതസമനെ ഇരിക്കാമോ? മരിക്കാൻ തയ്യാറായവന് ഒന്നുണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ. തൻ്റെ വേദനയിൽ ചേർന്നിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പത്രോസിന് പറ്റിയില്ലല്ലോ. ഉറക്കം വന്നെന്ന് പറയാൻ പറ്റത്തില്ല. നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് പരിചയമുള്ളവൻ ആര്? പത്രോസ്. യേശുവിനെ പരിചയപ്പെടുമ്പോഴേ പുള്ളി നൈറ്റ് ഷിഫ്റ്റാണ്. ഇത് കൂടെ ഉണ്ടോ? ഈ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള, സ്ഥിരം നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സഹോദരിമാരെ കണ്ടിട്ടില്ലേ? നൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിലും അവർ രാത്രി ഉണർന്നിരിക്കും. ചിലർക്ക് പിന്നെ പാന്നെഴുതി കാണിച്ചാലേ ഉറങ്ങുന്നവരും ഉണ്ട്, എല്ലാവരും അല്ല. സ്ഥിരം നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഉറങ്ങത്തില്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനായി? എനിക്കൊരു കാര്യം മനസ്സിലായി. യേശുനാഥ, ഗതസമന, ഈ നിയോഗത്തിൻ്റെ പ്രത്യേകത അത് നീ തനിയെ ചുമക്കേണ്ടതാണ്. കമോൺ 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 കമോൺ. അത് നീ തനിയെ ചുമക്കേണ്ടതാണ്. യു കനോട്ട് എക്സ്പെക്ട് പീറ്റർ ടു ബി ദെയർ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ ഈ ചോദ്യം വല്ലാതെ കയറി.
എന്തുകൊണ്ട് ആ വാക്യം അവിടെ കിടന്നു? യേശു സന്തോഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ ഞാൻ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ആ ഇൻസിഡൻറ്റിനകത്താണ് യേശുവിൻ്റെ ആ വികാരത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ വാക്സിനേഷൻ ടൈം എൻ്റെ ഭാര്യ വീട്ടിൽ ഞാൻ തലേ രാത്രിയിൽ ചെന്നു. അതിനടുത്താണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന എൻ്റെ മദർ ഇൻ ലോയും ഞാനും എൻ്റെ വൈഫും എൻ്റെ മോനും കൂടെ രാവിലെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ വാക്സിനേഷൻ എടുക്കാനായി പോയി. അവിടെ പോയി വാക്സിൻ ഇങ്ങനെ എടുത്തപ്പോൾ, സാധാരണ കുഞ്ഞുങ്ങളൊന്ന് കരയുമല്ലോ വാക്സിൻ എടുക്കുമ്പോൾ. എൻ്റെ മോൻ ഡോക്ടറെ സൂക്ഷിച്ചൊന്ന് നോക്കി, ഇങ്ങനൊരു നോട്ടം. എന്നിട്ട് വലത്തെ കാലും കൊണ്ടൊരു തൊഴി ഡോക്ടറെ ഇട്ട്. ആ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ, മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കത്തില്ലെന്ന്. ഞാൻ എന്തേലും ചെയ്തോ? ഞാൻ മര്യാദയ്ക്ക് അവിടെ നമുക്കിട്ടൊരു അപ്പോൾ എൻ്റെ അമ്മായിമ്മ ഇടന്ന് ഇപ്പുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ മദറിലോ മരിച്ചത്. അമ്മായിമ്മ അപ്പം എൻ്റെ ഷോൾഡറെ തട്ടുകെട്ടിട്ട് പറഞ്ഞു, അവൻ ചാടട്ടെ, ഇന്നൂടല്ലേ ചാടത്തുള്ളെന്ന് പറഞ്ഞു. ഇന്നൂടല്ലേ ചാടത്തുള്ളൂ. എൻ്റെ മനസ്സിന് അതൊരു ഇടി വെട്ടിയല്ലേ പോയി. പിന്നെ മുമ്പോട്ട് വന്നു, വീട്ടിൽ വന്നപ്പം നല്ല പുതിയൊരു LED വാങ്ങിച്ചു വെച്ചേക്കുക. LCD വാങ്ങിച്ചു വെച്ചേക്കുക അളിയൻ, ഈ പുള്ളിയുടെ പഴയ വിശ്വാസി. എൻ്റെ മോൻ ഇങ്ങനെ വന്നപ്പം താഴെ ഒരു ഫുട്ബോൾ ഇരിക്കുന്നു. പുള്ളി ഇങ്ങനെ ഓടി അങ്ങോട്ട് വന്നിട്ട്, ഫുട്ബോളല്ല മറ്റേ എയറിൻ്റെ ബോളാണ്, ഫുട്ബോൾ തൊട്ടുള്ള പ്രായമൊന്നും ഇല്ല, ഓടുന്ന ഒറ്റ തൊഴി. ഇത് നേരെ വന്ന് LCDയിലോട്ട് ഇടിക്കുന്നു. LCDക്കൊന്നും പറ്റിയില്ല. അപ്പം മമ്മി വന്നിട്ട് പറയാ, തൊഴിക്കടാ തൊഴി, ഇന്നൂടെ നീ തൊഴിക്കത്തുള്ളെന്ന്. ഉയ്യോ, ചങ്കിൻ്റെ അകത്ത് രണ്ടാമത് വീണ്ടും ഇടിവെട്ടി. ഞാൻ പറഞ്ഞു, കൃപ. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഡൈനിങ് ടേബിളിൻ്റെ മേളിൽ കയറി പുള്ളി വെള്ളം ഒഴിക്കുന്ന ജഗ് തട്ടിക്കളഞ്ഞു. അപ്പം അമ്മായിമ്മ അടുത്തോട്ട് പറഞ്ഞു, നല്ലപോലെ അങ്ങ് വിരക്, ഇന്നൂടല്ലേ വിരകത്തുള്ളൂ. അത് ആ നാട്ടിലൊരു ഭാഷയാണ്. ഇന്നൂടല്ലേ നീ. ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു, തോളെ കൈട്ടെടുത്തിട്ട് പറഞ്ഞു, മോളെ, അമ്മ നിൻ്റെ ആണേലും കൊച്ചെൻ്റെയാ. കൊച്ച് എൻ്റെയാ. പിന്നെ ഒരു വാക്യമുണ്ട്, കൃപ എന്നാർത്തുകൊണ്ട് ആണിക്കല്ല് കയറ്റുക. 2 കൃപ കഴിഞ്ഞ് ഇനി ആണിക്കല്ലിൻ്റെ സീസണാണെന്ന് പറഞ്ഞു. സൂക്ഷം രാത്രി ആയപ്പോൾ ഉണ്ടല്ലോ, ഇവനൊരു സൈഡ് വലിവ്. ചെറുക്കനെ തൊഴിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് എന്ത് ചെയ്യുന്നു, ഒരു പിടുത്തം. ഒരു 11 മണിയായപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ കാലങ്ങ് കയറി നീര് കൊണ്ടു. കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നൊരു ഫീല്. ഞാൻ അപ്പം തൊട്ട് ഇങ്ങനെ മമ്മിയുടെ അടുത്തോട്ട് നോക്കുക, എന്താ അറിയാമോ, നാക്ക് കരിനാക്കാണെന്നറിയാം. സമാധാനമില്ല. ആദ്യത്തെ കുഞ്ഞാ, ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാത്രി ആയപ്പോഴത്തേക്ക് അവൻ ആ മുറിക്കകത്തേക്ക് ആരെയും കയറ്റുന്നില്ല. അവനും എൻ്റെ വൈഫും മാത്രം മുറി. എന്നെപ്പോലും ആ മുറിക്കകത്തേക്ക് എന്ത് ചെയ്യത്തില്ല, കയറ്റത്തില്ല. നിലവിളിയായി, രാത്രി കരച്ചിലായി. കുഞ്ഞൊരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാൻ പിറ്റേ ദിവസത്തെ മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്തു. പെട്ടെന്ന് മർത്തോമ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ്റെ അപ്പോയിൻമെൻറ്റ് നോക്കിയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. ഞാൻ നേരെ ആൻ്റണിയെ കൊണ്ട് വിളിച്ചെന്ത് ചെയ്തു, പറയിപ്പിച്ചു. എന്നിട്ട് രാവിലെ ഞാൻ ലൈറ്റൊക്കെ ഇട്ട്, എൻ്റെ വണ്ടിക്കകത്ത് ലൈറ്റൊക്കെ ഇട്ട് ഹോണൊക്കെ അടിച്ച് പീഡിയാട്രീഷ്യൻ്റെ ഹോസ്പിറ്റലിലോട്ട് ഓടിച്ചെന്നു. കൊച്ചിനെ കയ്യിലെടുത്തുകൊണ്ട്, എവിടെ ചീട്ടൊന്നും എടുക്കാൻ നിന്നില്ല, MP പറഞ്ഞിട്ട് പോവല്ലേ. കൊച്ചിനെ കൊണ്ട് നേരെ അകത്തേതോ പേഷ്യൻ്റ് ഉണ്ട്, ഞാനതൊന്നും നോക്കിയില്ല, ഇടിച്ചകത്ത് കയറി. അവിടെ നമ്മൾ ഡോക്ടറെ, കൊച്ചിൻ്റെ കാലിന് ചലനമില്ല, കൊച്ചിൻ്റെ കാലിന് അനക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്. ഡോക്ടർ ഇങ്ങനെ നോക്കി കുറച്ച് നോക്കിയിട്ട് പറഞ്ഞു, വീട്ടിൽ പോയി ഐസ് പാക്കറ്റ് വെച്ചാൽ മതി, പോയിക്കൊള്ളാൻ പറഞ്ഞു. എനിക്കുണ്ടായ മാനസിക ഇൻസൾട്ട്. MPയുടെ റെക്കമെൻഡേഷനിൽ പോവാ കൊച്ചിനെ കാണിക്കാൻ. രാത്രി ഒരു പോള ഉറങ്ങിയിട്ടില്ല, കൊച്ചിൻ്റെ കാലിന് ചലനമില്ല. ഇയാൾ പറയാ, എന്ത് വെച്ചാൽ മതി, ഐസ്. ഞാൻ വരുന്ന വഴി ഞാനും എൻ്റെ ഭാര്യയും
ഞങ്ങൾ വരുന്ന വഴി, കൊച്ചിന് പിന്നെ അത് പറയാൻ അറിയാത്തതുകൊണ്ട് വരുന്ന വഴി കുറേ സമയം എന്ന് പറഞ്ഞ് ഇനി ഈ ഹോസ്പിറ്റലിലോട്ട് കയറുന്ന പരിപാടിയില്ല. വരുന്ന വഴി തന്നെ വേറൊരാളെ കോൺടാക്ട് ചെയ്ത് പൊയ്യാനിൽ പീഡിയാട്രീഷ്യന് അന്ന് വൈകുന്നേരത്തേക്ക് എന്ത് ചെയ്തു, അപ്പോയിൻമെൻ്റ് എടുത്തു. വീട്ടിൽ വന്നു. എന്തായാലും അന്ന് വൈകിട്ട് പോക്ക് നടന്നില്ല. പിറ്റേ ദിവസം രാവിലത്തേക്ക് അപ്പോയിൻമെൻറ്റ് മാറ്റി. അന്ന് രാത്രി കിടന്നുറങ്ങി. അപ്പോൾ എന്നെ ആ മുറിക്കകത്ത് കേട്ടത്തില്ലല്ലോ. ഞാൻ ലിവിങ് റൂമിൽ ദിവാൻ കോട്ടെ കിടന്നുറങ്ങുക. രാവിലെ ഒരു 6 മണിയായപ്പോൾ ഒരു തൊഴി എനിക്കിട്ട് നോക്കിയപ്പോൾ ലവൻ നിൽക്കുന്നു, നമ്മുടെ ചെറുക്കൻ. അവൻ എനിക്കിട്ടൊരു തൊഴി രാവിലെ 6 മണിക്ക്. അവൻ്റെ തൊഴി കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നേ, എഴുന്നേക്കുന്നേ. കർത്താവ് എന്നോട് ചോദിച്ചു, എടാ കഴിഞ്ഞ രാത്രി നീ ഈ കിടന്ന് മരണവെപ്രാളം ചാടിയപ്പോഴൊക്കെ ചിരിച്ചോട് ഇന്നൂടെ തൊഴിക്കത്തുള്ളെന്നും പറഞ്ഞ് അമ്മായിയമ്മ അതിൽ നടക്കാനും പീഡിയാട്രീഷ്യൻ ഐസ് വെച്ചാൽ മതിയെന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിന്നെ വിടാനും കാരണം നിൻ്റെ കൊച്ചിനോട് നിനക്ക് സ്നേഹവും അവർക്ക് സ്നേഹമില്ലായ്മയും ആയതുകൊണ്ടല്ല. 3 മക്കളെ വളർത്തിയ അമ്മയ്ക്കറിയാം വാക്സിൻ എടുത്താൽ 1-ാം ദിവസം ഇതാണെന്നും 2-ാം ദിവസം എങ്ങനെ തിരിച്ചു വരുമെന്നും ആ അമ്മയ്ക്കറിയാം. 100 ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുള്ള പീഡിയാട്രീഷ്യൻ അറിയാം ഇതിപ്പോൾ ഐസ് വെച്ചാൽ മതി, നാളെ ഇതിൻ്റെ ഡെസ്റ്റിനി എന്താ, കൊച്ച് തിരിച്ചു വരുമെന്ന് ആർക്കറിയാം? ഒരാമയും പറഞ്ഞേ. ഹലോ മറിയേ, നിനക്ക് കരയാം. മാർത്തേ, നിനക്ക് നിലവിളിക്കാം. കാരണം നിനക്കറിയാവുന്ന ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാ. പക്ഷേ ഈ ഇറങ്ങി നിൽക്കുന്ന ഈ യേശു സ്നേഹിക്കുന്നവനെ കല്ലറയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിനകത്തൊരു പ്ലാനുണ്ട്. നിനക്കറിയാത്ത ഒന്ന് യേശുവിനറിയാം. 4-ാം ദിവസം എന്ത് സംഭവിക്കുമെന്ന്. ഒരാമേൻ എത്ര പേർ പറയാൻ ഇടയാകും? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചിലതിനകത്ത് ദൈവം ഇഗ്നോറായി നിൽക്കുന്നത് പോലെ, സ്വർഗം സൈലൻ്റായി നിൽക്കുന്നത് പോലെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്കറിയാത്ത ഒരു ക്ലൈമാക്സ് സ്വർഗത്തിനറിയാം. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ചൊരാമേൻ പറഞ്ഞേ. നിനക്കറിയാത്തൊരു ക്ലൈമാക്സ്. ചൂഡമാന ഹംദ രാജ വൈഡ രാജ ഹർത്ത രാജ അന്ധഘടകം ഭൗഡബലന്തം ധൂലകരച്ചം ധീരഘടകം വൈഡകരച്ചം. ഇന്നു പകലിൽ പരിശുദ്ധാത്മാവ് ആത്മമണ്ഡലത്തിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു. നിനക്കറിയാത്ത ചില ക്ലൈമാക്സുകൾ സ്വർഗത്തിനറിയാം. നിനക്കറിയാത്ത ക്ലൈമാക്സ് സ്വർഗത്തിനറിയാം. നിന്റെ തലമുറയെക്കുറിച്ച് നിനക്കറിയാത്ത ഭാവി സ്വർഗത്തിനറിയാം. നിന്റെ കുടുംബത്തെക്കുറിച്ച് നിനക്കറിയാത്ത ഭാവി സ്വർഗത്തിനറിയാം. ഓ ജീസസ്. നിന്റെ കരിയറിനെ കുറിച്ച് നിനക്കറിയാത്തൊരു ഭാവി സ്വർഗത്തിനറിയാം. നിന്റെ ഭാവി തീരുമാനിക്കുന്നത് പിശാചല്ല. ആമേൻ പറഞ്ഞേ. നിന്റെ ഭാവി തീരുമാനിക്കുന്നത് പിശാചല്ല. ഇന്നു പകലിൽ ആത്മനിയോഗത്താൽ പ്രാർത്ഥിക്കുന്നവന് വിരോധമായി ചലിക്കുന്ന പൈശാചിക തലങ്ങളെ ഇന്നു പകൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മമണ്ഡലത്തിനകത്ത് ചൂടമാന വൈഡരാജഹംദൽ കമനഹസി. ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ വായുകളെ തുറന്ന് ആരാധിച്ചു. ഇന്നു പകൽ ഈ ആരാധന മധ്യേ ഒരാത്മസാന്നിധ്യം ചലിക്കുന്നു. ചില ഭീഷണികൾ ഉടയുന്നു. ചില പൈശാചിക ഭീഷണികൾ ഉടയുന്നു. ഓ ശബാന ഹതനഘടകസിഹ. മറ്റൊരു ഭാഗത്ത് ഇങ്ങനൊരു പദം എഴുതിയിട്ടുണ്ട്. താൻ എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. പറഞ്ഞേ, താൻ എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. അവരെ പരീക്ഷിപ്പാനത്രേ അവൻ ആ ചോദ്യം ചോദിച്ചത്. ഇത് എവിടെ പറയുന്നതെന്നറിയാമോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നിടത്ത്. അതിനകത്തൊരു വലിയ മർമ്മം കിടപ്പുണ്ട്. ഞാനൊന്ന് 2 മിനിറ്റ് പറഞ്ഞിട്ട് വരാം. ഒരു 5000 പേര് കൂടുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ, ആമേൻ സ്തോത്രം, ശ്രദ്ധിച്ചേ, ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയുടെ കയ്യിൽ 5 അപ്പം കൊടുത്തു വിടുന്നത് ഒരു അത്ഭുതമൊന്നുമല്ല. ആണോ? 2 മീനും കൊടുത്തു വിടുന്നത്
അത്ഭുതമൊന്നുമല്ല. ഇപ്പം ഇതിനകത്ത് തന്നെ പൊതിയും കൊണ്ട് വന്ന എത്ര അമ്മമാർ കാണും? ഞങ്ങൾ അന്ത്രയോസുമാരല്ലാത്തതുകൊണ്ടല്ലേ പിടിക്കാത്ത. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അന്ത്രയോസുമാർ വല്ലതും അടുത്തിരിപ്പുണ്ടോയെന്നും എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം അല്ലേ. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ മീറ്റിംഗ് നടക്കുന്നത് എവിടാ? നിർജ്ജന പ്രദേശത്തല്ലേ? ആണോ ഇല്ലയോ? എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാർബക്സ് ഇല്ലല്ലോ, അവിടെ മഞ്ഞന ഇല്ലല്ലോ. മഞ്ഞന അറിയത്തില്ലേ? UAE ഞങ്ങൾ മക്ഡൊണാൾഡ്സിന് പറയുന്നത് മഞ്ഞന എന്നാ. ഇവിടെ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങൾ പറയുന്നത് മഞ്ഞന എന്നാ. മലയാളത്തിൽ നാന്നല്ലേ എഴുതിക്കുന്നത്. ശ്രദ്ധിച്ചേ. അപ്പം അവിടെ ഇതൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? പറ, ഉണ്ടോ? ഇല്ല. പിന്നെ ആ നിർജ്ജന പ്രദേശത്ത് എങ്ങനാ 12 കൊട്ട വന്നേ? ശിഷ്യന്മാരുടെ സംഖ്യയ്ക്കൊത്ത് വിളമ്പാൻ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. 13 കൊട്ടയായിരുന്നെങ്കിൽ 2 സഭയുണ്ടായിന്. ചെറിയ കാര്യമാണ്. 13 കൊട്ടയാണെങ്കിൽ പെട്ടു. ആ 13ാമത്തെ ആര് വിളമ്പും? അല്ലേ പിന്നെ അറ്റ കൈക്ക് യേശു ഇറങ്ങി വിളമ്പേണ്ട വന്നേന്. ഉണ്ടെന്നില്ല നിങ്ങൾ 11 നോക്കിക്കേ. അതൊന്ന് 11 അവസ്ഥ ഓർത്തേ. തീർന്നില്ലേ? കൃത്യം 12 കൊട്ട എങ്ങനെ വന്നവിടെ? താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. നിന്റെ ജീവിതത്തിലും ദൈവം നടക്കേണ്ട പദ്ധതികൾക്ക് ആവശ്യമായ ചില കൊട്ടകൾ സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ കരിയറിനകത്ത് നീ കാണാത്ത ചിലത് സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. റാമാന ഖാസിയാധന ലംധന റഥൽ ഖമനഘടകസിയ. ആ 12 കൊട്ട ഉള്ള ഇടം എത്തുന്നത് വരെ സ്വർഗ്ഗം മിണ്ടില്ല. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അവിടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ളത് കൊണ്ടുപോകാനുള്ള 12 കൊട്ട സ്വർഗ്ഗം ഒരുക്കി. ഓ ജീസസ്, ജീസസ്. ഹാഗറല്ലേ? ഹാഗർ ഇരിക്കുന്ന ഇടത്ത് നീരുറവ് തുറന്നെന്നല്ലല്ലോ വാക്യം. ആണോ? പകരം എന്താ? അവൾ കാണത്തക്ക തരത്തിൽ, അവളുടെ സമീപയുള്ള നീരുറവ് കാണത്തക്ക തരത്തിൽ അവളുടെ കണ്ണിന്, എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ പൈതലിൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് 1 അമ്പേറുപാട് ദൂരം കൊച്ചിനെ കൊണ്ട് കിടത്തിയത് എവിടാന്നറിയാമോ? സ്വർഗമൊരുക്കിയ നീരുറവിൻ്റെ അവിടെ. ഓരാമേം പറ. ചില മരുഭൂമികളിൽ ഇന്നു പകലിൽ ദൈവാത്മാവ് സഭയോടൊരു ദൂത് പറയുന്നു. ഇന്നു വരെ വിശ്വസിക്കുന്നവന്റെ കണ്ണിന് വെളിപ്പെട്ടിട്ടില്ലാത്ത ചിലത് ഇന്നു പകലിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു. സ്നേഹിക്കുന്നവന്റെ കരുതൽ എന്നതുപോലെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വാ തുറന്ന് അല്പനിമിഷങ്ങൾ ദൈവത്തിന് നന്ദി കൊടുത്തേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ചിലത് സൃഷ്ടിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കണേ. യോഹന്നാനിലേക്ക് വരിക. സ്നേഹവും യോഹന്നാനും എന്ന വിഷയത്തിലേക്ക് വന്ന് അവസാനിപ്പിക്കാൻ പോവുക. സ്നേഹവും യോഹന്നാനും. അപ്പോൾ യോഹന്നാൻ 4-മനാക്കപ്പെട്ടവൻ അല്ലേ? സുവിശേഷം എഴുതുമ്പോൾ 4-മനാക്കപ്പെട്ടവൻ. നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? സുവിശേഷവും ലേഖനവും പ്രവചന പുസ്തകവും ഒരുപോലെ എഴുതിയ മറ്റൊരു മനുഷ്യനില്ല. ഹലോ. 2, 4-മനാക്കിയപ്പോഴും അവസാനത്തോനാക്കിയപ്പോഴും പരാതി കൂടാതെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ എഴുതിയവൻ സ്വർഗം പറഞ്ഞു, കർത്താവെ വരണമേ എന്നും പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും നീ ഇട്ടാൽ മതി. രാമൻ പറയണേ. യേശുവിൻ്റെ നാമത്തിൽ. സഹോദരങ്ങളെ, നിങ്ങളെ ബൈബിളിൻ്റെ ക്രോഡീകരണം പഠിച്ചാൽ പഴയ നിയമം മൊത്തം
പിതാവിൻ്റെ മഹത്വമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഗ്ലോറി ഓഫ് ദ ഫാദർ. സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ അത് ഗ്ലോറി ഓഫ് ദ സൺ ആണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഗ്ലോറി ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. എപ്പിസിൽസിലേക്ക് വരുമ്പോൾ അത് ഗ്ലോറി ഓഫ് ദ ചർച്ചാണ്. റെവലേഷനിലേക്ക് വരുമ്പോൾ അത് കമ്പൈൻഡ് ഗ്ലോറിയാണ്. ശ്രദ്ധിക്കണം, സഭയുടെ ഉപദേശങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കിടക്കുന്ന ആ 7 നമ്മൾ കാണാതെ പഠിക്കുന്നുള്ളൂ. അതുമാത്രമല്ല ഉപദേശം. ദൈവസഭയുടെ പ്രധാന ഉപദേശങ്ങളായ നീതീകരണം, വിശുദ്ധീകരണം, തയസ്കരണം, മഹത്വീകരണം എന്നിത്യാദി സഭയിൽ ആചരിക്കേണ്ട പാലനങ്ങൾ, സഭയുടെ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, സഭയുമായി ബന്ധപ്പെട്ട ക്രോഡീകരണം എന്ന് പറഞ്ഞാൽ തിരുമേശയുടെ ഉപദേശം, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, സഭയുടെ വ്യവഹാരങ്ങൾ, ഇത് മൊത്തം കിടക്കുന്നത് ലേഖനങ്ങളിലാണ്. എവിടാണ്? ലേഖനങ്ങളിലാണ്. അതിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി ഒരു ഭാഗം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പോസ്തലനായ പൗലോസിനെയാണ് ശക്തമായി ദൈവം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ സഭയ്ക്ക് കൈമാറണം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, പൗലോസാണ്. അങ്ങനെങ്കിൽ എൻ്റെ ചിന്തയിൽ എന്തുകൊണ്ടും വെളിപ്പാട് പുസ്തകം എഴുതാൻ പ്രാധാന്യം ലഭിക്കേണ്ടത് ആർക്കായിരുന്നു? യോഹന്നാനല്ല, പൗലോസിനായിരുന്നു. എൻ്റെ ചിന്തയിൽ ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നു, ജീവനോടാണോ എന്ന് അറിയത്തില്ല, പക്ഷേ അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ ആർക്കും ഉച്ചരിച്ചു കൂടാത്തൊരു ഭാഷ ഞാൻ കേട്ടു. ശ്രദ്ധിക്കണേ, ഇങ്ങനൊക്കെ പറഞ്ഞൊരു മനുഷ്യൻ. പക്ഷെ സ്വർഗം പറഞ്ഞു, അറിവ് കൊണ്ട് അവനായിരിക്കാം കൂടുതൽ, ഡിഗ്രി കൊണ്ട് അവനായിരിക്കാം കൂടുതൽ, ഡോക്ടറേറ്റ് അവനായിരിക്കാം ഉള്ളത്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ പരാതി കൂടാതെ സ്നേഹിക്കപ്പെട്ടിട്ടും 4ാമത് എഴുതാൻ ഏൽപ്പിച്ചപ്പോൾ വിശ്വസ്തയോടെ എഴുതിയല്ലോ, യോഹന്നാനെ നീ എഴുതിയ മതി വെളിപ്പാട്. ഒരാമേൻ പറയാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? സ്നേഹിക്കപ്പെട്ടവൻ്റെ പ്രാധാന്യം. സ്നേഹിക്കപ്പെട്ടവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാം. യേശുക്രിസ്തു അന്ത്യത്താഴ സമയത്തിരിക്കുക. അന്ത്യത്താഴ സമയത്ത് യേശുക്രിസ്തു ഇരിക്കുമ്പോൾ യേശു പറഞ്ഞു, എൻ്റെ കൂടിരുന്ന് ചുറ്റുമിരുന്ന് രക്തഞ്ചയവും ഗ്ലോറിയും കാൽവറിയും ഒക്കെ പറയുന്ന ഒത്തിരി പേരുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ ഒരെണ്ണം എനിക്കിട്ട് പണിതിട്ടായിരിക്കുമെന്ന് പറഞ്ഞില്ലേ? ഒരെണ്ണം എനിക്കിട്ട് പണിതിട്ടായിരിക്കുന്നേ. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അത് ആരാ? ഏതോ ഒരു സുവിശേഷത്തിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഇസ്കരിയോത്ത യൂദായും ചോദിച്ചു അതാരാണ്. ഞാൻ റെഫറൻസ് ഇപ്പോൾ എടുക്കുന്നില്ല, ഒരു സുവിശേഷത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവനായി എല്ലാ പണിയും എന്ത് ചെയ്തേക്കുന്നേ? ഒരു സ്വത്രം പറയുന്നേ, ഇവനാ എല്ലാ പണിയും എന്ത് ചെയ്തേക്കുന്നേ? എന്നിട്ട് ഇവൻ ചോദിക്കുക, തള്ളി പറയാനോ? ആര്? ഒറ്റ കൊടുക്കാൻ? ആരാ അത്? 30 വെള്ളിക്കാശ് പോക്കറ്റിൽ കിടന്ന് കിലുങ്ങുക. ഒറ്റിയൻ്റെ എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പ്രൈസല്ലോ, സ്വത്രം. അപ്പം ഇവൻ ചോദിക്കുക ആരാന്ന്. അപ്പോൾ ഈ പത്രോസ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക ആരാ. യേശു ഒരക്ഷരം എന്ത് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല. അപ്പം പത്രോസ് യോഹന്നാനെ ആംഗ്യം കാട്ടി, നീ ചോദിക്കാൻ പറഞ്ഞു. ആരോട്? യേശുവിനോട്. അങ്ങനല്ലേ ബൈബിളിൽ? പത്രോസ് ആരെന്നറിയാമോ? പത്രോസിനെ പഠിക്കേണ്ട ക്യാരക്ടറാണ്. പത്രോസ് ഒരു ദിവസം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ യേശു ചോദിച്ചു, എന്നെ ആരെന്നാണ് നാട്ടുകാരെന്ത് ചെയ്യുന്നേ പറയുന്നത്? പറഞ്ഞ പേര് കേട്ട് തമ്പുരാൻ വരെ ഞെട്ടിപ്പോയി. എനിക്കന്ന് ഒരു കാര്യം മനസ്സിലായേ, എൻ്റെ ജിജിൻ പാസ്റ്ററെ, നമുക്കറിയാത്ത പല പേരും ഇവരുടെ കയ്യിൽ നമ്മളെക്കുറിച്ചുണ്ട്. സത്യമായിട്ടും. അച്ഛാ, ഒരു ദിവസം ഞങ്ങളിങ്ങനെ കൂട്ടുകാർ 4-5 വണ്ടി ഓടിച്ച് പോവാ. അപ്പം ഈ കാർപ്ലേയിൽ അവൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നു, ഹോം മിനിസ്റ്റർ കോളിങ്. നമ്മളിങ്ങനെ ബഹുമാനത്തോടിരിക്കുക. അപ്പോൾ അവൻ ലൗഡ് സ്പീക്കർ ഓഫാക്കി മൊബൈൽ എടുത്തു. ഓക്കെ, ലെറ്റ് മീ ട്രൈ. കട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ കൂട്ടുകാർക്ക് ഇവനോട് ഭയങ്കര ബഹുമാനം. നമ്മൾ ചോദിച്ചു, ഇവൻ തമിഴ്നാട്ടിൽ നിന്നാണ് ഞങ്ങൾ ചെന്നൈ യുഎക്ക് വന്നേ. അപ്പോൾ ഇവനോട് ചോദിച്ചു, എടാ ചെന്നൈയിലെ ഹോം മിനിസ്റ്റർ മൂക്ക സ്റ്റാലിനാണോ MK സ്റ്റാലിനാണോ എന്ന് പറഞ്ഞു. അല്ലടാ, ഞാൻ എൻ്റെ ഹോമിലെ മിനിസ്റ്ററാണ്. ഇവൻ ഭാര്യയുടെ പേര് സേവ് ചെയ്തേക്കുന്നത് എന്തുവാ? അവൾ പറഞ്ഞ് തിരിച്ചു വീട്ടിൽ കയറണ കൊച്ചിന് പാമ്പർ വാങ്ങിക്കണം. അതിനവന് പറഞ്ഞ് വീട്ടിൽ കയറണ പാമ്പർ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അവന് ലെറ്റ് മീ സീ എന്ന് പറഞ്ഞ്. ഹലോ,
ഒത്തിരി പേര് ഹോം മിനിസ്റ്റർമാരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് എൻ്റെ കൂടെ പഠിച്ച ആളുണ്ടായിരുന്നു, അപ്പൻ്റെ പേര് ഇട്ടേക്കുന്നത് ഹൈക്കമാൻഡ്, ചിലർ ATM എന്നാണ് ഇട്ടേക്കുന്നത് പഠിക്കുന്ന സമയത്ത്. ഓരോ പേരാ അല്ലേ? യേശുവിനെ കുറിച്ചുള്ള പേര് കേട്ട് യേശു പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ നിർത്തിയല്ലേ, ഇനി നീ പേരെന്ത് ചെയ്യല്ലേ, പറയല്ലേ, നിങ്ങളെന്നെ. യേശുവിൻ്റെ നാട്ടുകാർ പറയുന്നതല്ല അറിയേണ്ടത്, സ്നേഹിക്കുന്നവൻ പറയുന്നത് അറിയേണ്ടത്. ഓ ജീസസ്, നിങ്ങളെന്നെ ആരെന്ന് പറഞ്ഞു. അപ്പം ഈ മിടുക്കന്മാരുടെ എല്ലാം വായടഞ്ഞു, ഒരുത്തനും മിണ്ടാട്ടമില്ല. പത്രോസ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഓ, പത്രോസ് യേശുവിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. യേശു അവനെ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, പത്രോസേ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, ഇതൊരൊന്നര വെളിപ്പാടാടാ, എൻ്റെ അപ്പം നിനക്ക് പറഞ്ഞു തന്നതാ. ഇത് കേട്ടപ്പം പത്രോസിൻ്റെ ഒരു ചെറിയ, ഞാൻ ഏതാണ്ടൊക്കെയോ സംതിങ് ആണെന്നൊരു ചിന്ത എൻ്റെ കൂടെ ഉണ്ടോ? ചിലതിനെ പരസ്യമായി അപ്രീഷിയേറ്റ് ചെയ്തു പോയാൽ അവൻ തീർന്നു. നല്ലവനായിരിക്കും, ഒറ്റ ദിവസം ബ്രദറെ എന്ന് പറഞ്ഞ സാക്ഷ്യം കൊള്ളായിരുന്നു കേട്ടോ, പറഞ്ഞോ, നാളെ അവനായിരിക്കും നിനക്ക് ഏറ്റവും വലിയ പണി. സ്വോത്രം മിണ്ടുന്നില്ല. ഞങ്ങൾ പാസ്റ്റർമാരെ പറഞ്ഞ നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ, പാസ്റ്ററെ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത് എന്നോടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഞങ്ങൾക്ക് തോന്നും ഈ ആഴ്ച ഞങ്ങൾ പറഞ്ഞ വേറെ ആരുടെയും ആണത്. അപ്രീഷിയേറ്റ് കിട്ടിയതാ. ആർക്ക് പണി കിട്ടി? അടുത്ത ദിവസം പത്രോസ് പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോവാ, എന്നെ അവർ പിടിക്കും, കല്ലെറിയും, എന്നെ ഫിനിഷ് ചെയ്യാനുള്ള ക്രമീകരണമല്ല ഒരുക്കിയേക്കുക. പത്രോസ് ഇങ്ങനെ നോക്കി, എന്നിട്ട് തോളെ കൈയിട്ട്, ആരുടെ? യേശുവിൻ്റെ. മാട്ടിയെടുത്തിട്ട് പറഞ്ഞു, അങ്ങനെ മണ്ടത്തരമൊന്നും കാണിക്കില്ലേ, നമ്മൾ ക്ലച്ച് പിടിച്ച് വരുന്നേ ഉള്ളൂ, ഞാൻ ഐഡിയ പറഞ്ഞു തരാം. അങ്ങനെ മണ്ടത്തരമൊന്നും എടുത്തിയാടി എന്ത് ചെയ്യില്ല. അവിടെ യേശുവിനെ ഉപദേശിക്കാൻ തുടങ്ങുന്ന, ശാസിക്കാൻ തുടങ്ങുന്നൊരു വാക്യമുണ്ടല്ലേ. എന്ത് ചെയ്യാൻ തുടങ്ങി? ശാസിക്കാൻ. ആരെ? യേശുവിനെ. ആര്? പത്രോസ്. ഉടനെ യേശു തിരിഞ്ഞൊട്ട ശാസ്ത്രം ശാസിച്ചു. യേശു പറഞ്ഞു, ബ്രദറെ പോന്നല്ല, സാത്താനെ എന്നെ വിട്ടുപോന്ന് പറഞ്ഞു. ഒരാമയും പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം ഒരു കാര്യം, നീ ദൈവത്തിനുള്ളതല്ല, സാത്താനുള്ള ചിന്തിക്കുന്ന നല്ല വാക്യം എന്താ? അപ്പം ദൈവിക സിസ്റ്റത്തിനകത്ത് മനുഷ്യനുള്ള ചിന്തിച്ചാൽ അവനെ സാത്താനെന്നാ വിളിക്കണ്ടേ? ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. എടാ, ഞാൻ വന്നതേ മരിക്കാനാ. ക്രൂശിൽ കയറാതിരിക്കാൻ 3 ഓഫർ സാത്താൻ വെച്ചത് എൻ്റെ അടുത്ത്. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ കയറാതിരിക്കാൻ, യഹൂദനെ നേടാൻ, അല്ലയോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ദേവാലയത്തിൻ്റെ മേളിൽ ചാടാൻ പറഞ്ഞു. ചാടിയ ദൂതന്മാരെന്ത് ചെയ്യും? കൈകളിൽ വഹിക്കും. യേശു ചാടിയ വഹിക്കാതിരിക്കാൻ എന്തുവാ? ഒന്ന് ഓർത്ത് നോക്കിയേ, ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ഇടത്തേക്കാല് ഗബ്രിയേലിൻ്റെ കയ്യിലും വലത്തേക്കാല് മീഖായേലിൻ്റെ കയ്യിലും വെച്ച് ദൂതന്മാരുടെ ചിറകടിയിൽ ഇങ്ങനെ ദേവാലയത്തിന് മുമ്പിലേക്ക് യേശു ഇറങ്ങി വന്നാൽ പിന്നെ ഏത് മഹാപുരോഹിതനാ പറയാൻ പറ്റുന്ന ഇവൻ ദൈവപുത്രനല്ലെന്ന്? ഓ ജീസസ്. പിശാച് പറഞ്ഞു, പോടാ പിശാചേ. യേശുക്രിസ്തു പറഞ്ഞു, പോടാ പിശാചേ, നീ എൻ്റെ പ്ലാനെ തകിടം മറിക്കാനുള്ള പദ്ധതിയും കൊണ്ടാണ് നിൽക്കുന്നത്. ഒരാമയും പറയണേ, ദൈവിക സിസ്റ്റത്തിനകത്ത് ചലിക്കേണ്ടത് ദൈവിക പദ്ധതിയാണ്. ഒരാമേൻ എത്ര പേര് പറയും? യേശുവിൻ നാമത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ആമേൻ, സ്തോത്രം. ഇവനാണ് ആര്? പത്രോസ്. ഏത്? ആർക്കും ഇല്ലാത്ത വെളിപ്പാട് കിട്ടിയവനായിരുന്നു. ആര്? പത്രോസ്. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ക്രിസ്തു വെളിപ്പാട് ഏറ്റവും അധികം കിട്ടിയ വ്യക്തിയാണ് ആര്? പത്രോസ്. ആ പത്രോസ് യോഹന്നാനോട് പറയുക, എടാ, എന്നോട് പറയാത്തത് നിന്നോട് പറയും, നീ ചോദിക്കാൻ. ആരാ തള്ളി പറയുന്നതെന്നേ? ആരാ ഒറ്റി കൊടുക്കുന്നതെന്നേ? എന്നോട് പറഞ്ഞില്ല. പക്ഷെ പത്രോസ് യോഹന്നാനെ ആംഗ്യം കാട്ടി പറയുക, നീ ചോദിക്ക്,
നിന്നോട് പറയുമെന്ന്. അർത്ഥം ഞാൻ പറയാം. വെളിപ്പാടിൻ്റെ ആഴത്തിൽ നിൽക്കുന്നവനോട് ഷെയർ ചെയ്യാത്ത മർമ്മങ്ങളും സ്നേഹിക്കുന്നവനോട് എൻ്റെ യേശു ഷെയർ ചെയ്യും. കമോൺ, ഒരാമേൻ പറയാൻ എത്ര പേരുണ്ട്? ഇതല്ലേ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജ്? ഇതല്ലേ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജ്? ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്നേഹത്തിൻ്റെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ അസാധാരണമായ സാധ്യതകളിലേക്ക് നിങ്ങൾ കയറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊരുത്തനോടും കൈമാറാത്ത ദൈവീക രഹസ്യങ്ങൾ നിന്നോട് കൈമാറാൻ എൻ്റെ യേശുവിനുണ്ട്. കമോൺ, വായികളെ തുറന്ന് ദൈവാത്മാവ് പറയുന്നു, ആമേൻ, ദൈവിക മർമ്മങ്ങളെ കൈമാറാൻ എൻ്റെ യേശു ഇന്നു പകലിൽ തയ്യാറാണ്. അത് പിടിച്ചെടുക്കാൻ കഴിയുന്നവർ യേശുവിൻ്റെ സ്നേഹത്തിനകത്തേക്ക് ഒന്ന് പറ, മറ്റൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യം യേശുവിൻ്റെ സ്നേഹമാണ്. മറ്റൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യം യേശുവിൻ്റെ സ്നേഹമാണ്. ഞാനോ കുറയണം, ഞാനോ കുറയണം, ഞാനോ കുറയണം, ഞാനോ കുറയണം. കരങ്ങൾ അടിച്ച് യേശുവിൻ്റെ നാമത്തിൽ ചുടബരബല വനധാന ജാനധാന ചുടമന മനഘടക ദുരഘടക ശമനഘടക ധലഘടകസിയ പ്രധന മനഘടക ധുരാജനം ശബം ധനം റലം ധുനിധന ഘടകസി ഹൗഷബല ഘടക സഥന ഘടകസിയംധന. എത്ര പേര് ആഗ്രഹമുണ്ട്? മർമ്മങ്ങളെ 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 യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവിക ഹൃദയത്തിൻ്റെ, യേശുവിൻ്റെ ഹൃദയ രഹസ്യങ്ങളെ എൻ്റെ കർത്താവിന് ചിലരോട് കൈമാറാനുണ്ട്. ദൈവിക രഹസ്യങ്ങളുടെ കാര്യവിചാരകനാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ദൈവിക മർമ്മങ്ങളുടെ കാര്യവിചാരകനാക്കാൻ. കമോൺ, എന്നെ ശ്രദ്ധിച്ച എല്ലാവരും, ആരും അടങ്ങിയിരിക്കല്ലേ. ദൈവാത്മാ ഇടപെടുന്നു. ആരോടും നോട്ടിൻഹാമിൽ ആരോടും കൈമാറാത്ത ചിലത് നിന്നോട് കൈമാറാൻ യേശുവിനുണ്ട്. ആരോടും കൈമാറാത്തത് നിന്നോട് കൈമാറാൻ യേശുവിനുണ്ട്. ആരോടും കൈമാറാത്തത് നിന്നോട് കൈമാറാൻ യേശുവിനുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? നിന്റെ ഹൃദയത്തോട്, നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആരോടും കൈമാറാത്തത് യേശുവിന് കൈമാറാനുണ്ട്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആർക്കും കൈമാറാൻ കഴിയാത്തത്, ആരും ഇന്നുവരെ കേട്ടിട്ടില്ലാത്തത്, കരങ്ങളെ അടിച്ച് ചുടമനബലബല ഘടകം ശബലം ധിഗനം റബലം ധുഗനം ശബലം ഹർത്തുബരഗനഗ ഢഗജന ധലജന ധീരജല രഗമന ഹദനഗ ഹംധുബരബല ഘടഗദിനി ജനഗട ഗദുരി ലബനി റഗനി ഹംദം ജവനം റബലം ശബലം. ആത്മമണ്ഡലം തുറക്കപ്പെടുന്നു. കൃപാവരങ്ങൾ ചലിക്കുന്നു. ഇതിനകത്ത് പ്രാവചനിക നിലവാരത്തിനകത്തേക്ക് ഹെവി ഇമ്പാർട്ടേഷൻ ഓഫ് പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ് ഇന്ന് പകൽ ആത്മാവ് തുറന്നു വിടുന്നു. ഇതിനകത്ത് പ്രാവചനിക തലങ്ങൾക്കകത്ത് കയറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ആത്മമണ്ഡലം തുറക്കട്ടെ. ചുടബല ബലബന ഭന ഘടക ധുരി ജല ഘടക ശബല ഘടക ധുനി ഘടക ശമനഗധനം ഹർത്തുൽ ഖമന ഘടക ശംധരാദിയാധനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ശബ്ദം എടുക്കുമ്പോൾ ഞാൻ മൈക്ക് അകറ്റി പിടിച്ചോളാം. അത് ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങാണ്. നിങ്ങളവിടെ ഒത്തിരി സാധനം ഉള്ളതുകൊണ്ട് തിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആകെപ്പാടെ പോകും. ഇനി 10 മിനിറ്റേ ഉള്ളൂ, എൻ്റെ കൂടെ നിൽക്കണം. തിരിക്കല്ല, മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് തിരിക്കാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ശ്രദ്ധിച്ചേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ദൈവത്തിന് രഹസ്യങ്ങൾ കൈമാറാൻ ചിലർ വേണം. റിസീവ് ചെയ്യാൻ നീ തയ്യാറാണോ? ഏലിയാവിൻ്റെ കാലത്ത് കൊട്ടാരത്തിൽ നിന്നൊരു ലെറ്റർ ഏലിയാവിന് പോയി, നിന്നെ കൊല്ലുമെന്ന്. പക്ഷെ ഏലീശയുടെ കാലത്ത് ഏലീശയുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് കൊട്ടാരത്തിലോട്ടാണ് എഴുത്തുപോയത്. കാരണം ഏലീശയ്ക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്നു. അവൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ സ്വർഗം അവൻ്റെ പ്രാർത്ഥനാ മുറി വെളിപ്പെടുത്തുമായിരുന്നു. ശത്രുക്കൾ എതിലെയാ കയറി വരുന്നതെന്ന് സ്വർഗം അവന് വെളിപ്പെടുത്തുമായിരുന്നു. ഇന്ന് പകലിൽ
നോട്ടിംഗ്ഹാമിൽ കർത്താവിന് ചില ഏലീശമാരെ വേണം, കർത്താവിന് ചില യോഹന്നാന്മാരെ വേണം. നിന്നോട് കൈമാറാൻ ദൈവത്തിന് രഹസ്യങ്ങളുണ്ട്, ആർക്കും കൈമാറാത്തത്, ഇന്റലിജൻസിന് പിടിക്കാൻ കഴിയാത്ത രഹസ്യങ്ങൾ നിന്നോട് കൈമാറാൻ യേശുവിനുണ്ട്. വെളിപ്പാടിൻ്റെ ആഴങ്ങളിലേക്ക് കയറിയവനോട് കോൺഫിഡൻ്റായി കൈമാറാൻ കഴിയാത്തത്, സ്നേഹിച്ച് തൻ്റെ മാറോട് ചാരിയിരിക്കുന്നവനോട് അവൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ കൈമാറാൻ എൻ്റെ കർത്താവിനുണ്ട്. ആരാന്നേ യോഹന്നാൻ ചോദിച്ചുള്ളൂ. യേശു തൊട്ടുകൂടെ കാണിച്ചു, ഞാൻ അവൻ അപ്പം ചാറിൽ മുക്കി കൊടുക്കുന്നവൻ ആരോ അവൻ. ഒരാമേൻ പറയാമോ? പലരും പറഞ്ഞിട്ട് എൻ്റെ തമ്പുരാൻ ചെയ്യാത്തത് നീ പറഞ്ഞാൽ ചെയ്യും. പലരും പ്രാർത്ഥിച്ചിട്ട് ചലിക്കാത്തത് നീ പ്രാർത്ഥിച്ചാൽ ചലിക്കും. പലരും കരഞ്ഞിട്ട് ചിലതിൻ്റെ മേൽ ആത്മമണ്ഡലം തുറക്കുന്ന ഞാൻ കാണുന്നു. സഭയുടെ ആത്മമണ്ഡലത്തിനകത്ത് വായ്കളെ തുറന്ന് പറഞ്ഞേ, പലരും പരാജയപ്പെട്ടിടത്ത് നിനക്കൊരു സാധ്യതയുണ്ട്. പലരും പരാജയപ്പെട്ടിടത്ത് നിനക്കൊരു സാധ്യതയുണ്ട്. പലരും പരാജയപ്പെട്ട മണ്ണിൽ നിനക്കൊരു സാധ്യതയുണ്ട്. കാരണം നീ സ്നേഹിക്കപ്പെട്ടവനാണ്, നീ സ്നേഹത്തിൽ നിൽക്കുന്നവനാണ്. കർത്താവേ, സ്നേഹത്തിന്റെ all the privileges of your love we released right now in our midst. Ramthuli mokosi adana. Oh lakamana, Holy Spirit, carry us towards the higher realms of your love. Horalaba satani adana. Let the higher realms may be manifested right now in our worship. Ramthuni Ramsi Kamunia Radaniadana. Yeshuvinda Namatil. Holy Spirit is inviting you to explore the privileges of the higher realms of His love. ഞാൻ ആത്മമണ്ഡലത്തിൽ പറയുന്നു, എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് യേശുവിന്റെ സ്നേഹത്തിന്റെ അസാധാരണമായ സാധ്യതകളിലേക്ക് ദൈവസഭയെ കർത്താവ് വിളിക്കുന്നു. അടങ്ങിയിരിക്കാതെ ആത്മമണ്ഡലത്തിൽ പ്രതികരിക്ക്. നീ ആത്മാവിൽ ചലിക്കും. നിന്റെ പ്രാർത്ഥനയിൽ ചിലത് വഴിമാറും, നിന്റെ പ്രവചനത്തിൽ ചിലത് വഴിമാറും. നിന്റെ വാക്കിന്റെ പുറത്ത് ചില മലകൾ മാറി നിൽക്കും. ചിലത് മൂടോടെ പിഴുത് കടലിന്റെ അടിത്തട്ടിൽ പോയി വീഴും. Katata Rabala Hatana Jaganagadaguni Halkamanagadaga Santharadiyadana Hartumana Hadal Kamanagadagasia Hivavasa Pratanagude Avasana Pagali in the Pagal Parishutatmava Deva Sapekagata Sadharanamaya Atma Mandalate Turan Cheladine Abhishegatinde Agni Kagata Snana Pedati Edakugayana or Abhishegatina Snanam in the Pagal Chalikuno Atma Mandalatin Edira നിൽക്കുന്ന സകല പൈശാചിക പദ്ധതികളെയും with all the authority I have in Jesus name I rebuke. കുരവല ബല ബല ഘടക ശമാന ധന ജന റിമാന ഹംതുരാതി ചുടമന ബല ബല ഘടക ദല ഘടകം മനഘടകം ധന ഭൗഡ ബലം ശവരം ധബ ഹർത്തു ബലം ശവരം ധി ബലം ശവരം ധബ Handa Regana Jaga Nega Thini Sharathana Harthana Jagala Regana Hamthana Vaidara Harthuni Jabal Kamania Hamduni Vada Kadaga Vaidara Jagam Vedi Gattam Thura Bandam Vartam Managam Jabathuni Rabasiam Thane. Amen. സ്നേഹിക്കുന്നവനോട് കൈമാറാൻ യേശുവിനുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നിരാശ വീഴുന്ന സമയത്ത് ഈ അരുമനാഥൻ്റെ ഒരു ശബ്ദം കേട്ടാൽ ഉണ്ടല്ലോ,
ജീവിതത്തിന് ചുറ്റും കൂരുൾ വന്നു മൂടി മേഘാവൃതമായി ഒരു സാധ്യതയുമില്ലെന്ന് കരുതി നിൽക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറി ഞാൻ ആ ശബ്ദം കേട്ടിട്ടുണ്ട്. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മെ മുൻപോട്ട് ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു അസാധാരണ ശക്തിയുള്ളതാണ് ആ ശബ്ദം. ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്. സ്നേഹിക്കുന്നവനെ ഞാൻ കൈവിടില്ല. ഓരോ റബാനഹാസിയ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആരെതിർത്താലും, ആര് ചെറുത്താലും, ആര് വെറുത്താലും സകനിയാതന കൂടെ നടന്നവർ, കൂട്ടായി നടന്നവർ നിന്നെ കൈവിട്ടാലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു ദൈവ സാന്നിധ്യം. അതാണ് യേശുവിൻ്റെ സ്നേഹം, അതാണ് യേശുവിൻ്റെ സ്നേഹം. അതനുഭവിച്ചവരുണ്ടോ? ജീവിതത്തിൻ്റെ വഴിത്താരകൾക്കകത്ത് റബല സൽഖമാന ശാധമന ഹർധുനി ജാലവന ഘടക സന്ധരാധന ചുടിമന ഹധുനി ഘടക ശബന ഹസിയാം ധൽക്കമനിയാം ധനം റബല ഹസുധുനി ജാരബല ഘടക ശബൽ ഖമാന ഘടക സന്ധുരാദിയാദനം അർത്ഥുൽ ഖമന ഘടക ശബല ഘടക ധുരി ഘടക ജന ഘടക സബര ഘടക ദിയാദന ഘടക സിയ. ഒന്ന് കർത്താവിനോട് പറയാമോ? കർത്താവിനോട് പറയാമോ? കർത്താവിനോട് പറയാമോ? കർത്താവിനോട് പറയാമോ? കർത്താവേ, എനിക്ക് ആ സ്നേഹം വേണം, 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 എനിക്ക് ആ സ്നേഹം വേണം. പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ. ഓ ഷാറബിയ. വായികളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്, വായികളെ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. എന്നോട് കർത്താവ് പറയുന്നു, ആ സ്നേഹത്തിനകത്തെ കർത്താവ് ചിലതിനെ വിളിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാനേ ഭൗതികമായിട്ടുള്ള ഒന്ന് രണ്ട് വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? സഹോദരങ്ങളെ, യോഹന്നാനെ ഒരു സാധാരണ മുക്കുവനായിരുന്നു. ആരായിരുന്നു? ഒരു മുക്കുവൻ. മീൻ പിടിക്കുന്നവനും മീൻ വിൽക്കുന്നവനും ഒക്കെ ആയിരുന്നു. ഞാൻ എപ്പോഴും ഈ ഭാഗം പ്രസംഗിക്കുമ്പോഴേ ഇങ്ങനെ പറയാറുണ്ട്. ഏതെങ്കിലും ഒരു മീൻ മാർക്കറ്റിൻ്റെ, ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു മൂലയ്ക്കകത്ത് മത്തി, അയില, ചൂര, വറ്റയെന്ന് വിളിച്ച് പറഞ്ഞ് തീരേണ്ടതായിരുന്നു ആ മനുഷ്യൻ്റെ ഭാവി. ഹലോ, മത്തിയുടെയും അയിലയുടെയും ചൂരയുടെയൊക്കെ പേര് പറഞ്ഞ് തീരേണ്ടതായിരുന്നു ജിസിം പാസ്റ്റർ അവൻ്റെ ഭാവി. പക്ഷേ ഈ മനുഷ്യൻ ഈ സ്നേഹത്തിൻ്റെ അകത്ത് കയറി. ഈ മനുഷ്യൻ ഈ സ്നേഹത്തിൻ്റെ അകത്ത് കയറി. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ആ മനുഷ്യൻ മത്തി, അയില, ചൂര എന്നല്ല പറയുന്ന മരതകം, മാണിക്യം, വജ്രം, പീതരത്നം, പത്മരാഗം. ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ, ഈ സ്നേഹം വരുത്തിയ ഏറ്റവും വലിയ മാറ്റം ആ മീൻകാരൻ്റെ വായിൽ നിന്ന് മത്തി എന്നുള്ള പേര് മാറ്റിയിട്ട് മരതകം എന്ന് പറയിപ്പിച്ചതാണ്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇതിനേക്കാൾ സിമ്പിളായിട്ട് ആ ഭാഗം വിശദീകരിക്കാൻ പറ്റത്തില്ല. സാർഡൈൻ പറഞ്ഞുകൊണ്ടിരുന്നവൻ്റെ വായിൽ സഫയർ പറയിപ്പിച്ചവൻ. ഓ ജീസസ്. മത്തിക്ക് പകരം മരതകത്തെ കറയിപ്പിച്ചവൻ. ഈ ദൈവം സാധാരണക്കാരനാണോ? നമ്മുടെ ജീവിതത്തിൽ എവിടൊക്കെയോ കൈവിടപ്പെട്ടു പോകേണ്ടവരായിരുന്നു നമ്മൾ. എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞെളിയാതെ ഭയപ്പെട്ടോണം. ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയ തണലിനെ കുത്താൻ ഒറ്റ നിമിഷം കൊണ്ടുണ്ടാക്കിയ ഒരു പുഴുമതി. ഒറ്റ രാത്രി കൊണ്ട് വളർന്നു വന്ന ആവണക്ക് തീരാൻ ഒറ്റ നിമിഷം കൊണ്ട് എഴുന്നേക്കുന്ന ഒരു പുഴുമതി. ഹലോ സഹോദരങ്ങളെ, PR ആയതുകൊണ്ട് ഞെളിയല്ലേ, സിറ്റിസൺസ് ആയതുകൊണ്ട് ഞെളിയല്ലേ, സ്റ്റുഡൻറ് വിസ കിട്ടിയത് കൊണ്ട് ഞെളിയല്ലേ. ഒന്ന് പ്രാർത്ഥിച്ചോണേ. ഒരു നിമിഷം മതി തന്നതൊക്കെ കർത്താവ് തിരിച്ചെടുക്കാൻ. പക്ഷെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് മൊത്തം എന്താണെന്നറിയാമോ? അവിടുത്തെ സ്നേഹമാണ്.
എനിക്ക് ലഭ്യമായ കുടുംബജീവിതം അവിടുത്തെ സ്നേഹ, എൻ്റെ തലമുറകൾ അവിടുത്തെ സ്നേഹനിമിത്തം വെളിപ്പെട്ട കൃപയാ. ഒരാമേൻ പറയാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വാ തുറന്ന് എത്ര പേര് പറയും, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കില്ല, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കില്ല. നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടിട്ടില്ല. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കുമ്പോൾ ആ 2 വരി പാട്ടൊന്ന് പാടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കണ്ണും ദൈവസന്നിധിയിൽ അടച്ച് കഴിയുമെങ്കിൽ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ചും നടത്തും അപ്പനെ. ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. അങ്ങേക്കാ പറയാൻ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ച്. കഴിഞ്ഞ 3 ദിവസങ്ങളും നിങ്ങളോട് ഞാൻ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ കുറയണം, എൻ്റെ ഐഡൻറ്റിറ്റി ഉടയണം. ഞാൻ ആരൊക്കെയാണെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. കർത്താവെ ഉടയ്ക്കണം. എൻ്റെ ജീവിതത്തിലെ ചിന്തകൾ ദൈവത്താൽ പിടിക്കപ്പെടണം, എൻ്റെ പ്രവൃത്തികൾ ദൈവത്താൽ പിടിക്കപ്പെടണം. എനിക്ക് അങ്ങേ സ്നേഹിക്കണം, എനിക്ക് മറ്റൊന്നിനും സമയമില്ല എന്ന് പറയാൻ കഴിയുമെങ്കിൽ ദൈവത്തോട് നിങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. എനിക്ക് സ്നേഹിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാൻ എങ്ങനെ സ്നേഹിച്ചോ അതിനേക്കാൾ ഉപരി എനിക്ക് സ്നേഹിക്കണം എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്ത്. കർത്താവേ, ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്വർഗം കാണുന്നല്ലോ. അങ്ങയുടെ സ്നേഹത്താൽ ഇവർ പിടിക്കപ്പെടണമേ. ഇവരുടെ ഇഷ്ടങ്ങൾക്കങ്ങ് ആമേൻ സ്തോത്രം, അങ്ങയുടെ നിയന്ത്രണം വെച്ച് ഇവരുടെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് ദൈവേഷ്ടത്തിലേക്ക് നടത്തണമേ. ഇവരുടെ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് ദൈവികാഗ്രഹങ്ങളിൽ നടത്തണമേ. ഇവരുടെ പദ്ധതികൾക്കപ്പുറത്ത് ദൈവിക പദ്ധതികളിൽ അവരെ നടത്തണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് നാഥ, കഴിഞ്ഞ 3 ദിവസം ഈ സഭയിൽ അങ്ങയുടെ സ്നേഹത്തെയും അങ്ങേ ഉയർത്തുവാൻ അടിയനാവോളം ശ്രമിച്ചു. പരിമിതികളുണ്ട് എങ്കിലും ഇവിടെ ഉയർത്തപ്പെട്ട അങ്ങയുടെ നാമം
ഈ ജനം അവസരം നൽകിയതിനാലും അങ്ങയുടെ വചനം ഉയർത്തുവാൻ ഇടയാക്കിയതിനാലും നിങ്ങളൊരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നെങ്കിൽ അവരെ അനുഗ്രഹിപ്പിനെന്ന് അങ്ങയുടെ വചനമായിരിക്കയാൽ ഒരു പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകൻ്റെ എല്ലാ അധികാരം ഉപയോഗിച്ച് സജിദിനെയും കുടുംബത്തെയും തന്നോട് ചേർന്ന് നിൽക്കുന്ന ഈ സഭയെയും അതിലുള്ള സകലത്തെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദേശത്ത് സഭ വളരണം, ദേശത്ത് സഭ വളരണം. സഭയുടെ അതിരുകൾ വിശാലപ്പെടണം, അനേക പ്രവർത്തനങ്ങളായി തീരണം. ഈ സഭയുടെ ആത്മീക ഭൗമിക വളർച്ചകളെ കാണാൻ കർത്താവ് കൃപ നൽകണം. സഭയ്ക്ക് വിരോധമായി ഒരു കാരണവശാലും ഈ ദേശം ചലിക്കാനിടയാകില്ല. അന്യാരാധനകൾ ചലിക്കാനിടയാകരുത്. എതിർ പ്രാർത്ഥനകൾ ഉയരുവാൻ ഇടയാകരുത്. ഇവർ ഒരു കൂട്ടമായി, ഒരു സൈന്യമായി ദേശത്തെ പിടിക്കുവാൻ കൃപ നൽകും. അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി, യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. അവസരം ഒരുക്കിയ ദൈവദാസനും സഭയ്ക്കും നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളും, അവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ഗോഡ് ബ്ലസ് യു.